ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ റസൂൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ ഷോർട്സ് ഇട്ട സമയത്ത് കുറേ പേര് കമൻറ്റ് ചെയ്തിട്ട് ഈ ഒരു കസ്റ്റമൈസ് ചോക്ലേറ്റിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫുൾ വീഡിയോ എടുക്കാനുള്ള ഐറ്റംസ് ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഷോർട്സിന് വേണ്ടി എടുത്ത ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഫുൾ വീഡിയോ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും നമ്മൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്, ഒപ്പം ലൈക്ക് ചെയ്യാനും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് എഡിറ്റിംഗ് സെക്ഷനാണ് കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ക്യാൻവ ആപ്പാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളും ആ ഒരു ആപ്പ് തന്നെയാവും യൂസ് ചെയ്യുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അതിൽ നമ്മൾ കസ്റ്റമൈസ് സൈസിൽ പോയിട്ട് 4x4 നമ്മൾ മിനി ഫ്രെയിമിൽ എടുക്കുന്ന ആ ഒരു സെയിം സൈസിലാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. അത് ഈ ഒരു ചോക്ലേറ്റിനായത് കേട്ടോ. ചോക്ലേറ്റിൻ്റെ വലുപ്പം കൂടുന്നതിനനുസരിച്ച് നമ്മളൊരു A4 വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അളന്ന് നോക്കാം. അതായത് A4 വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഏകദേശം ഒരു ഊഹം കിട്ടുമല്ലോ. അപ്പം അത് വെച്ചിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഈ ഒരു കസ്റ്റം സൈസിൽ ആ ഒരു അളവ് കൊടുക്കാം കേട്ടോ. ഞാൻ ഇഞ്ചാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സെൻറ്റിമീറ്റർ കൊടുക്കാം, അങ്ങനെ PX ഉണ്ട് അത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണോ അത് വെച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ ഈ ഒരു ഫോട്ടോ കാർട്ടൂൺ ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ കാർട്ടൂൺ എഡിറ്റിംഗ് ഒക്കെ എങ്ങനെയാണെന്നുള്ളത് ഞാനൊരു കാർട്ടൂൺ മിനി ഫ്രെയിം ചെയ്ത സമയത്ത് അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞു. പിക്സാർട്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ ഇട്ടിട്ട് നമുക്ക് റിമൂവ് ചെയ്യാം. എന്നിട്ട് ശേഷം നമുക്ക് വേണ്ടത് നല്ലൊരു ബാക്ക്ഗ്രൗണ്ട് ആട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാം. അതല്ല ബാക്ക്ഗ്രൗണ്ട് ഇച്ചിട്ടും കൂടി കളറാക്കണം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എലമെൻറ്റ്സ് നിന്ന് എന്ത് ചെയ്യാം ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്താ പറയുക കളേഴ്സിൻ്റെ ഓപ്ഷൻ ഉണ്ട്, ഡ്രോയിങ് എന്ന് പറഞ്ഞിട്ട്. അതിലത്തെ ഈ ഒരു ഓപ്ഷൻ എടുത്തിട്ട് നമുക്ക് വേണ്ട കളർ ഏതാണോ അപ്പോൾ നമ്മൾ എടുത്ത ആ ഒരു ഫോട്ടോയുടെ മാച്ചിങ് ആയിട്ടാണ് ഞാൻ നോക്കിയിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ എടുത്തേക്കുന്ന ഒരു ഡിസൈൻ എന്ന് പറഞ്ഞത് ഇതുപോലെ റെഡും വൈറ്റും വരുന്ന രീതിയിലാട്ടോ. നിങ്ങൾക്ക് ഏതാണോ മാച്ച് ചെയ്തിട്ട് ആ ഒരു പിക്ചറിന് ഫീൽ ചെയ്യുന്നത് അതെടുക്കാം. പിന്നെ എലമെൻറ്റ്സിൽ പോയിട്ട് ഫ്രെയിംസ് എടുക്കുക, റൗണ്ട് വേണമെങ്കിൽ റൗണ്ട് എടുക്കാം. അപ്പോൾ ഞാൻ ഈ ഒരു ടൈപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കളഞ്ഞിട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കുമ്പം അത് അറ്റാച്ച് ചെയ്ത് വരും കേട്ടോ. എന്നിട്ട് സെൻറ്റർ പോർഷനിലായിട്ട് ഇത് സെറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ സെൻറ്റർ പോർഷൻ ആണെന്നുണ്ടെങ്കിലാണ് കുറച്ചുകൂടി വൃത്തി വരിക. പിന്നെ ഞാൻ പറഞ്ഞല്ലോ സൈസും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക. ഡൗൺലോഡ് പോയിട്ട് PDF പ്രിൻറ്റ് എന്നുള്ള രീതിയിൽ ഡൗൺലോഡ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മൾ പ്രിൻ്റ് എടുക്കേണ്ടത് സ്റ്റിക്കർ പേപ്പർ എന്ന് പറയുന്ന ഒരു പേപ്പർ യൂസ് ചെയ്തിട്ടാണ്. അല്ലാതെ നോർമൽ A4 അല്ലെങ്കിൽ ലേസർ പ്രിൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒട്ടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സ്റ്റിക്കർ പേപ്പർ തന്നെ യൂസ് ചെയ്യുക. ഷോപ്പിൽ പോയിട്ട് സ്റ്റിക്കർ പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് തരാനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റിക്കർ പേപ്പറിൽ തന്നെ പ്രിൻറ്റ് ചെയ്ത് തരും. ഞാൻ എടുത്തേക്കുന്നത് ഒരു A4 ആണ്. സോ A4 4x4 ആണ് സെറ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതെനിക്ക് ഷോപ്പിൽ നിന്ന് തന്നെ അവർ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് 4 പീസാണ് വേണ്ടത്. ആക്ച്വലി ഞാൻ 3 പീസാണ് ചെയ്യുന്നത്. എക്സ്ട്രാ ഒരെണ്ണം വെക്കുന്നത് നല്ലതായിരിക്കും. ആദ്യമായിട്ട് ഒരാൾ ചെയ്യുന്നതാണെങ്കിൽ നമുക്ക് ചിലപ്പം ചെയ്തത് ശരിയാവാനും തെറ്റാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ചെയ്ത പാഠം എല്ലാവരുടെയും ശരിയാവണമെന്നില്ലല്ലോ. അപ്പോൾ ഒരെണ്ണം നമുക്ക് ഒരു ഡൗട്ട് തീർക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ടൊക്കെ ഒന്ന് വെച്ച് നോക്കാം. അപ്പോൾ ഒരെണ്ണം കുളയായാലും കുഴപ്പമില്ല, ബാക്കി 3 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണമാണോ വേണ്ടത് അതിൻ്റെ ഒരു പീസും കൂടി എടുക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇതൊരു ബിഗിനേഴ്സിന് വേണ്ട ഒരു കുട്ടി ടിപ്പാണ്. നിങ്ങൾ എന്ത് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലത്തെ സ്റ്റിക്ക് വർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു പീസും കൂടി എക്സ്ട്രാ എടുക്കുക. അപ്പോൾ അങ്ങനത്തെ സമയത്ത് ഏതെങ്കിലും ഒന്ന് കേടായാലും നമുക്ക് എന്ത് ചെയ്യാം മറ്റൊന്ന് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. പിന്നെ ഫസ്റ്റ് ടൈം ആയിട്ട് ചെയ്യുന്നവരൊക്കെ ആണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവും കേട്ടോ. എന്നിട്ട് 4 സൈഡ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു ബാക്കി വരുന്ന പോർഷനെ അമർത്തി കൊടുക്കുക. നമ്മൾ ചോക്ലേറ്റിൻ്റെ ഒക്കെ ഒരു ഭാഗം കാണുന്ന രീതിയിൽ അമർത്തി കൊടുക്കുക കേട്ടോ. ഫോട്ടോ ഇങ്ങനെ ഫ്രണ്ടിൽ വരുന്ന രീതിയിൽ വേണം സെറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ഇത്ര സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ലുക്ക്. പിന്നെ അവസാനമായിട്ട് നമുക്ക് കുറച്ച് ടാസ്ക്കുള്ളൊരു പരിപാടിയാണ് ഇതിൻ്റെ ഈ ഒരു എഡ്ജസ് കട്ട് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ ഒരു സിസേഴ്സാണ്. ഈ സിസേഴ്സ് ആക്ച്വലി ഞാൻ ഒരു 2-3 വർഷം മുന്നേ വാങ്ങിയതാട്ടോ. പക്ഷെ ഇപ്പോഴാണ് യൂസ്ഫുൾ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ ഇത് അത്ര കണ്ട് യൂസ്ഫുൾ അല്ല. ചില ടൈമിൽ നമ്മളിതിങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ എന്താ പറയുക കട്ട് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നോർമലി കത്രിക വെച്ചിട്ട് എഡ്ജസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വർക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട് ഇതാണ്. ഇതുപോലത്തെ 3 എണ്ണമാണ് ഞാൻ മേക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കസ്റ്റമൈസ്ഡ് ചോക്ലേറ്റ് നമുക്ക് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്, ഒപ്പം ലൈക്ക് ചെയ്യാനും കേട്ടോ. നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ്സ് ഒക്കെ കൊടുക്കാറുണ്ട്, ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൊടുക്കാറുണ്ട്. ഇനി ഗിഫ്റ്റ് വേണ്ടവരാണെങ്കിൽ ഞാൻ താഴെ നമ്പർ കൊടുത്തേക്കാം, DM ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇത്രയുള്ളൂ. ടാറ്റാ.